നൽകുന്നത്. നേരത്തെ സീറയുടെ 82-ാമത്തെ എപ്പിസോഡിൽ റജി സംഭവം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അതിൽ മർസദ് ബിൻ അബി മർസദ് അൽ ഗനവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞിരുന്നു. ഈ സൂറത്തുമായിട്ട് ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ ചരിത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം മുഹാജിറാണ്, അതേപോലെ തന്നെ ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകാറുണ്ടായിരുന്ന ഒരു മിഷൻ, മക്കയിൽ ഹിജറയ്ക്ക് ശേഷം മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ശക്തമായിട്ട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ശത്രുക്കൾ തടവിൽ പാർപ്പിച്ചിട്ടുള്ള നിരവധി വിശ്വാസികളായിട്ടുള്ള ആളുകളെ രഹസ്യമായിട്ട് അവിടെ നിന്നും ആ ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുത്തി മദീനയിലേക്ക് കൊണ്ടുവരിക. പലപ്പോഴും ഈ സ്വഹാബി സധൈര്യം ആ ഒരു ദൗത്യത്തിന് വേണ്ടി പുറപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇതേ രൂപത്തിൽ അർദ്ധരാത്രി മക്കയിൽ എത്തിയ സമയത്ത്, നിലാവുള്ള രാത്രിയാണ്. അപ്പൊ ആ നിലാവിൽ അദ്ദേഹത്തിന്റെ ആ നിഴൽ അവിടെ അങ്ങനെ തെളിഞ്ഞ സമയത്ത് പെട്ടെന്ന് പിറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ പഴയ കാലത്ത്, അതായത് ഇസ്ലാം സ്വീകരിക്കുന്നതിനെല്ലാം മുമ്പ് ആ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീ സുഹൃത്ത് അനാഖ് എന്നുള്ള ഒരു സ്ത്രീ ആയിരുന്നു പിറകിൽ നിന്നും വിളിച്ചത്. അപ്പൊ നിഴല് കണ്ടപ്പോ തന്നെ മനസ്സിലായി, അതായത് അത്രയും തീവ്രമായിട്ടുള്ള ഗാഢമായിട്ടുള്ള ഒരു ബന്ധം അവര് തമ്മില് ആ ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ അവള് അദ്ദേഹത്തെ അന്നത്തെ രാത്രി കൂടെ കഴിയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പൊ ചിന്തിച്ചോക്കെ, ഏതെങ്കിലും ഒരു പെണ്ണല്ല ക്ഷണിക്കുന്നത്, മറിച്ച് അദ്ദേഹം അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണാണ്. അതേപോലെ തന്നെ രാത്രിയുടെ മറവിലാണ്, അതായത് ഒരാളും അതിന് സാക്ഷിയല്ല. അതേപോലെ തന്നെ മറ്റൊരു വലിയ എക്സ്ക്യൂസ് എന്താന്ന് വെച്ചാൽ, അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകും. കാരണം ഇവിടെ ഉറക്ക ശബ്ദം ഉണ്ടാക്കും, അതോടുകൂടെ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെല്ലാം എഴുന്നേൽക്കും. എല്ലാ അർത്ഥത്തിലും ആ രൂപത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് അദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിന് സമാനമാണ്. അപ്പൊ ഉടനെ തന്നെ മർസദ് റളിയല്ലാഹു അൻഹു അവളോട് പറഞ്ഞു, യാ അനാഖ്, എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നല്ലാഹ ഹറമ സിന, അള്ളാഹു ആ വ്യഭിചാരം അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഞാനിപ്പോ പഴയ പോലെയല്ല, ഞാൻ മുസ്ലിമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരമൊന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്. അപ്പൊ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ ഉറക്ക ശബ്ദം ഉണ്ടാക്കി അവിടെ ഉറങ്ങിക്കടന്നിരുന്ന ശത്രുക്കളെല്ലാം എഴുന്നേറ്റ് അയാളുടെ പിറകെ ഓടി. അദ്ദേഹം ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ സൗർ ഗുഹയിൽ ഒളിച്ച സമയത്ത് അതേ രൂപത്തിൽ സമാനമായിട്ട് ശത്രുക്കളുടെ കണ്ണിൽ അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പിറകെ പോയ ആളുകൾ അവിടെയെല്ലാം പരതി അവസാനം അവര് നിരാശരായിട്ട് തിരിച്ചുപോയി. അങ്ങനെ അവര് വീണ്ടും ഉറക്കിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ സ്വഹാബി മർസദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ധൈര്യം നോക്കി അദ്ദേഹം വീണ്ടും മക്കയിലേക്ക് തന്നെ പോയി ആ പറഞ്ഞ ദൗത്യം വിജയകരമായിട്ട് വീണ്ടും നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് മദീനയിൽ എത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായ കാര്യം പോയി പറയാണ്. ശേഷം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ താല്പര്യം റസൂലുള്ളാഹിന്റെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. അതായത് അവർ അത്രയും ജെന്യൂൻ ആയിരുന്നു, അവരുടെ ഹൃദയത്തിലൊന്നും മറച്ചു വെക്കുന്നുണ്ട്.